ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ചതുർത്ഥിയാണ് മീനമാസത്തിലെ ചതുർത്ഥി, വാസുദേവ ചതുർത്ഥി. ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് 2026 മാർച്ച് 21 രാത്രി 11:56 മുതൽ 22 രാത്രി 9:16 വരെയാണ്. അതുകൊണ്ട് 2026 മാർച്ച് 22 ഞായറാഴ്ച, ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി. ഈ ചതുർത്ഥിക്ക് പറയുന്ന പേര് വാസുദേവ ചതുർത്ഥി എന്നാണ്. 2026 മാർച്ച് 22 ഞായറാഴ്ചയാണ് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയായി നമ്മൾ ആചരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ചതുർത്ഥി ഗണേശ ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ദിവസം നമ്മൾ വാസുദേവ ചതുർത്ഥിയായിട്ടാണ് ആഘോഷിക്കുന്നത്. വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞ ദേവത ഹിന്ദുമത വിശ്വാസം അനുസരിച്ചിട്ട് മഹാദേവന്റെയും ശ്രീ പാർവതിയുടെയും പുത്രനായ വിഘ്നേശ്വരൻ, ഗണേശൻ, എല്ലാ തടസ്സങ്ങളും മാറ്റുന്നവനും വിദ്യാകാരകനും സകല വിധത്തിലുള്ള സമ്പത്തുകളും നമുക്ക് പ്രദാനം ചെയ്യുന്നവനുമാണ്. അതുകൊണ്ടാണ് പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും നിർബന്ധമായും വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഏതൊരു കാര്യം ചെയ്യുന്നതിനു മുമ്പ് നമ്മൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണം. കാരണം തടസ്സങ്ങളെല്ലാം അകറ്റി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പൂർണ്ണ ഫലം ലഭിക്കുന്ന, പൂർണ്ണ ഫലം തരുന്ന ദേവതയാണ് വിഘ്നേശ്വരൻ. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും നമ്മൾ വിനായകനെ പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ് ഈ ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി, വാസുദേവ ചതുർത്ഥിയുടെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. വാസുദേവ ചതുർത്ഥിയെപ്പറ്റി ദശരഥ മഹാരാജാവിന് വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പണ്ട് ഇന്നത്തെ ബംഗാളിലെ ഒരു പ്രദേശമാണ് ശോഭഭദ്ര. ആ ഒരു രാജ്യത്തെ, ശോഭഭദ്ര എന്ന രാജ്യത്തെ രാജാവിൻ്റെ പേരാണ് ചന്ദ്രപ്രിയ. ധർമ്മിഷ്ഠനായിരുന്നു, നീതിമാനായിരുന്നു, വർണ്ണാശ്രമ വിധാനങ്ങളെല്ലാം തന്നെ ശരിയായ രീതിയിൽ പാലിച്ചിരുന്നു, ജനങ്ങൾക്ക് ക്ഷേമകരമായ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ നീതിമാനായ രാജാവായിരുന്നു ചന്ദ്രപ്രിയൻ. അങ്ങനെ അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ജനങ്ങൾക്കെല്ലാം രോഗം ബാധിച്ചു, ഒരു പകർച്ചവ്യാധി പോലെ. അതുമാത്രമല്ല, സ്ത്രീകൾക്കൊന്നും ഗർഭധാരണ ശേഷി ഇല്ലാതായി മാറി. അങ്ങനെ ജനങ്ങൾ എല്ലാവരും കൂടി രാജാവിൻ്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? രാജാവിൻ്റെ നീതിക്ക് എന്തെങ്കിലും ദോഷമുണ്ടായോ? കാരണം രാജാവ് നീതിമാനല്ലെങ്കിൽ രാജ്യം നശിക്കും എന്നാണ് വിശ്വാസം. എന്താണ് ഇവിടെ സംഭവിച്ചത്? മഴയുണ്ടാകുന്നില്ല, വൃക്ഷങ്ങളൊന്നും ഫലങ്ങൾ നൽകുന്നില്ല, ചെടികൾ പൂക്കുന്നില്ല, സ്ത്രീകൾക്ക് പ്രസവശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു, മറ്റു മനുഷ്യർക്കൊക്കെ തന്നെ രോഗങ്ങൾ ഉണ്ടാകുന്നു, ഇങ്ങനെ ക്ഷാമമുണ്ടാകുന്നു, ഇങ്ങനെ പല വിധത്തിലുള്ള ദുരിതങ്ങളും ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? രാജാവിൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ? ഇങ്ങനെയൊക്കെയുള്ള വലിയ ചർച്ച വരികയും അവരെല്ലാവരും കൂടിച്ചേർന്ന് രാജാവിനെ വന്ന് കാണുകയും ചെയ്യുന്നു. അതോടുകൂടി രാജാവിന് എന്താണ് ഇതിനൊരു ഉത്തരം പറയേണ്ടത് എന്ന് അറിയാത്ത അവസ്ഥയായി. അദ്ദേഹത്തിന് വളരെയധികം ദുഃഖം തോന്നി. എങ്ങനെയെങ്കിലും ഇതിനൊരു ഉത്തരം കണ്ടെത്തണം എന്ന ചിന്തയോടുകൂടി തൻ്റെ രാജ്യം തൽക്കാലത്തേക്ക് മന്ത്രിമാരെയൊക്കെ ഏൽപ്പിച്ചതിനു ശേഷം അദ്ദേഹം കാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ആ വനത്തിൽ വെച്ച് അദ്ദേഹം ഒരു മഹർഷിയെ കണ്ടുമുട്ടുന്നു. ആ മഹർഷിയുടെ പേരാണ് അഷ്ടാവക്രൻ. അങ്ങനെ അഷ്ടാവക്ര മഹർഷിയെ കാണുന്നു. തൻ്റെ രാജ്യത്ത് നടന്ന ഈ ദുരിതത്തെ പറ്റി അദ്ദേഹം
അഷ്ടാവക്ര മഹർഷിയോട് ചോദിക്കുന്നു. അദ്ദേഹം രാജാവിനോട് പറയുകയാണ്, 4 ലക്ഷ്യങ്ങളാണ് ഒരു മനുഷ്യനുള്ളത്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ 4 കാര്യങ്ങളും നമുക്ക് നൽകുന്നത് സാക്ഷാൽ വിഘ്നേശ്വരനാണ്. ആ വിഘ്നേശ്വരനോടുള്ള പ്രാർത്ഥന ഇല്ലാതായി, അതുകൊണ്ടാണ് ഈ വിധത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പണ്ട് അഷ്ടാവക്ര മഹർഷി തപസ് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് കുറെ അപ്സരസുകൾ എത്തുകയാണ്. എന്നിട്ട് ഈ അപ്സരസുകൾ അദ്ദേഹത്തിൻ്റെ തപസ് മുടക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം തോന്നുകയും അദ്ദേഹം ആ അപ്സരസുകളെ ശപിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഭൂമിയിൽ പോയി ജനിക്കട്ടെ, അതിനുശേഷം നിങ്ങളെ രാക്ഷസന്മാർ പിടിച്ചുകൊണ്ട് പോകട്ടെ എന്നാണ് ശപിച്ചത്. അപ്സരസുകൾക്ക് വളരെയധികം സങ്കടമുണ്ടാവുകയും അവര് മഹർഷിയുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി മഹർഷിക്ക് വളരെയധികം സങ്കടമുണ്ടായി. എങ്ങനെയും അവരെ ഒന്ന് സന്തോഷിപ്പിക്കണമെന്ന് മഹർഷിക്ക് തോന്നുന്നു. അങ്ങനെ മഹർഷി അവരെ അനുഗ്രഹിക്കുന്നു. അതായത്, നിങ്ങൾ ദ്വാപരയുഗത്തിലാണ് ഭൂമിയിൽ ജനിക്കുന്നത്. ആ സമയത്ത് മഹാവിഷ്ണു ശ്രീകൃഷ്ണ അവതാരമെടുത്ത് ഭൂമിയിൽ അവതരിക്കുന്നതാണ്. ആ സമയത്ത് നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ പത്നിമാരായി തീരും. അതിനുശേഷം പിന്നീട് നിങ്ങളെ രാക്ഷസന്മാർ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമെന്ന് അഷ്ടാവക്ര മഹർഷി ഈ അപ്സരസുകളോട് പറയുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും തപസ് ചെയ്യുന്നു. പക്ഷെ അദ്ദേഹത്തിന് തൻ്റെ തപസ്സിൽ ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല. ആ സമയത്ത് അവിടെ ഋഭു എന്ന ഒരു മഹർഷി വരികയും ഈ ഋഭു എന്ന മഹർഷിയിൽ നിന്ന് അദ്ദേഹം യോഗ എന്ന ശാസ്ത്രം പഠിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി അദ്ദേഹത്തിന് തപസ് ചെയ്യുവാനായിട്ടുള്ള ഒരു ശക്തി ലഭിക്കുന്നു. അതായത് മനസ്സിൻ്റെ ചാഞ്ചല്യമൊക്കെ അടക്കി നിർത്തുവാനും തപസ്സിൽ ശ്രദ്ധിക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. അങ്ങനെ പിന്നീട് യോഗയെപ്പറ്റി കൂടുതലായി പഠിക്കുന്നതിനായിട്ട് അഷ്ടാവക്രൻ കൈലാസത്തിലേക്ക് പോയി മഹേശ്വരനെ കാണുന്നു. അവിടെ വെച്ച് മഹേശ്വരൻ യോഗയുടെ പൂർണ്ണമായ കാര്യങ്ങളെപ്പറ്റിയെല്ലാം അഷ്ടാവക്രന് പറഞ്ഞു കൊടുത്തിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ വാസുദേവ ഗണപതി ചതുർത്ഥി, ആ ചതുർത്ഥി ദിവസം വ്രതമെടുക്കാനായിട്ട് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി എടുക്കണം എന്ന് പറയുന്നു. അതുകൂടാതെ എല്ലാ ചതുർത്ഥികളിലും ഗണേശനെ പ്രാർത്ഥിക്കണം എന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നു. ചതുർത്ഥി വ്രതത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ അദ്ദേഹം കഥ, അതായത് മഹേശ്വരൻ കഥ പറഞ്ഞ് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അഷ്ടാവക്ര മഹർഷി എല്ലാ ഗണേശ ചതുർത്ഥികളും, പ്രത്യേകിച്ച് വാസുദേവ ചതുർത്ഥിയും വ്രതനിഷ്ഠയോടുകൂടി എടുക്കുകയും ഗണേശനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന് തൻ്റെ മനസ്സിനെ നേർവഴിക്ക് നടത്തുവാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങ് കൊട്ടാരത്തിലേക്ക് പോയിട്ട് ചൈത്രമാസത്തിലെ ചതുർത്ഥി വരുന്നുണ്ട്. ഉടൻ തന്നെ അടുത്ത ചതുർത്ഥി വരുന്നുണ്ട്. അത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയാണ്. ആ ചതുർത്ഥിക്ക് വാസുദേവ ചതുർത്ഥി എന്നാണ് പറയുന്നത്. ആ ചതുർത്ഥി വ്രതം അങ്ങയുടെ രാജ്യത്തിലെ ജനങ്ങളും എല്ലാവരും കൂടിച്ചേർന്ന് എടുക്കണം. അതോടുകൂടി വാസുദേവ ചതുർത്ഥി വ്രതം എടുക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് ഉണ്ടാകുന്ന എല്ലാ ആപത്തുകളും മാറുമെന്ന് പറയുകയും ഗണേശ പൂജ നിത്യവും ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അതനുസരിച്ചിട്ട് രാജാവ് തൻ്റെ രാജ്യത്ത് പോയി ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയായ വാസുദേവ ചതുർത്ഥി വ്രതം എടുത്തു എന്നും ജനങ്ങളെല്ലാവരും കൂടി ചേർന്നിരുന്ന് വിനായകനെ പ്രാർത്ഥിച്ചുവെന്നും
അതോടുകൂടി രാജ്യത്ത് ബാധിച്ചിരുന്ന ആപത്തുകളെല്ലാം ഒഴിഞ്ഞു എന്നും കഥ പറയുന്നു. ഈ കഥ വസിഷ്ഠ മഹർഷിയാണ് ദശരഥ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് ഒരു കഥ കൂടി പറയുന്നുണ്ട്. അതായത് പണ്ട് ഒരു രാജ്യത്ത് ഒരു ശൂദ്രൻ ഉണ്ടായിരുന്നു. അയാൾ ഒരു പാപിയായിരുന്നു. എല്ലാവരെയും ഉപദ്രവിക്കുന്ന, മോഷണങ്ങൾ ചെയ്യുന്ന ഒരു പാപിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു വലിയ വിഷപ്പാമ്പ് കടിക്കുന്നു. ഒരു മരത്തിൽ കയറിയിരിക്കുന്ന സമയത്താണ് വിഷപ്പാമ്പ് കടിക്കുന്നത്. എങ്ങനെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു. പക്ഷേ പാമ്പാണ് കടിച്ചത്. അതോടുകൂടി അദ്ദേഹത്തിന് വലിയ വേദന അനുഭവപ്പെടുകയും രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്ന്, ആഹാരം കഴിക്കാതെ ഉറങ്ങാതെ ഇരുന്ന് ആ ദിവസം മുഴുവൻ കഴിച്ചു കൂട്ടുന്നു. ഭാഗ്യവശാൽ ആ ദിവസം, അതായത് ഈ ശൂദ്രൻ ആഹാരം കഴിക്കാതെ ഉറങ്ങാതെ ഇരുന്ന ആ ദിവസം ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിവസമാണ്. അപ്പം അറിയാതെ പോലും അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹം വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു എന്നാണ് വിശ്വാസം. അതെന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അറിഞ്ഞില്ല, അറിയാതെ പോലും ആ ദിവസം ഉറങ്ങാതെയും ആഹാരം കഴിക്കാതെയും ഇരുന്ന് ഇയാള് ഭഗവാനെ പ്രാർത്ഥിച്ചു. കാരണം വേദനയെടുത്ത് ആകെ ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ ഏതൊരു മനുഷ്യനും ദൈവമേ എന്ന് വിളിക്കും, അല്ലേ? അങ്ങനെ വിളിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം വൈകുണ്ഠത്തിലെത്തിയത് എന്നാണ് വിശ്വാസം. അതായത് ആ ദിവസത്തിന് അത്രയും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് അറിയാതെ പോലും ചെയ്യുമ്പോൾ അത്രയും ഫലമുണ്ട്. അപ്പം അറിഞ്ഞുകൊണ്ട് ചെയ്താലോ അതിന് വലിയ ഫലസിദ്ധിയാണ് ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വിനായക ചതുർത്ഥി ദിവസം നമ്മൾ ചന്ദ്രഭഗവാനെ കാണാറില്ല, അല്ലേ? ചന്ദ്രഭഗവാനെ കാണാൻ പാടില്ലാത്ത സമയമുണ്ട്. അത് 22-ാം തീയതി ഞായറാഴ്ച രാവിലെ 8:50 മുതൽ രാത്രി 9:37 വരെയാണ്. ഇത്രയും സമയം, രാവിലെ 8:50 മുതൽ രാത്രി 9:37 വരെയുള്ള സമയത്ത് നമ്മൾ ചന്ദ്രഭഗവാനെ കാണാൻ പാടില്ല എന്നാണ് വിശ്വാസം. വിനായക ചതുർത്ഥിക്കാണ് നമ്മൾ ചന്ദ്രഭഗവാനെ കാണാൻ പാടില്ലാത്തത്, അതായത് ശുക്ലപക്ഷ ചതുർത്ഥി. എന്നാൽ കൃഷ്ണപക്ഷ ചതുർത്ഥിയായ ഗണേശ ജയന്തി ദിവസങ്ങളിൽ നമ്മൾ ചന്ദ്രനെ കാണുകയും ചന്ദ്രഭഗവാന് അർച്ചനകൾ ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇതാണ് ഈ രണ്ടു ചതുർത്ഥികളും തമ്മിലുള്ള വ്യത്യാസം. ഈ ചതുർത്ഥിക്ക്, അതായത് ശുക്ലപക്ഷ ചതുർത്ഥിക്ക് യാതൊരു കാരണവശാലും ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ചന്ദ്രഭഗവാനെ കാണാൻ പാടുള്ളതല്ല. അന്നത്തെ ദിവസം വ്രതനിഷ്ഠയിലിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ വളരെ ശ്രേഷ്ഠമാണ്. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് നൽകുന്ന ചതുർത്ഥിയാണ്. മോക്ഷം പ്രദാനം ചെയ്യുന്ന ചതുർത്ഥിയാണ്. സമ്പത്തുകളും രോഗദുരിതങ്ങളും എല്ലാം മാറ്റി സ്വസ്ഥവും സമാധാനവുമായ ഒരു ജീവിതം എല്ലാവർക്കും പ്രദാനം ചെയ്യുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ശൂദ്രൻ ചെയ്തതുപോലെ വ്രതമൊന്നും എടുത്തില്ലെങ്കിലും ആ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി ശുദ്ധാഹാരം കഴിച്ച് നാമം ജപിച്ച് ഇരിക്കുക. ഓം ഗം ഗണപതിയെ നമ എന്ന് ജപിക്കുക. ഓം വിഘ്നേശ്വരായ നമ എന്ന് ജപിക്കുക. നിങ്ങൾക്കറിയാവുന്ന വിഘ്നേശ്വര നാമങ്ങളൊക്കെ തന്നെ ജപിക്കുക. ഓം ഗം ഗണപതിയെ നമ എന്ന നാമമാണ് ഏറ്റവും ശ്രേഷ്ഠമായ നാമം. ആ നാമം 1008 തവണ ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. എല്ലാ ദിവസവും ഈ നാമം ജപിച്ചു കൊള്ളുക. നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും വിഘ്നേശ്വരൻ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പഠിക്കുന്ന കുട്ടികളെ വിനായക ക്ഷേത്രത്തിൽ കൊണ്ടുപോവുകയും അവർക്ക് വിദ്യാഗോപാല മന്ത്രം ഉപയോഗിച്ചിട്ടുള്ള അർച്ചനകൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. രോഗങ്ങൾ വന്നിരിക്കുന്നവർക്ക്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, തൊഴിലിൽ തടസ്സമുള്ള ആളുകൾക്ക്, ഇവർക്കൊക്കെ തന്നെ വിനായകനെ പ്രാർത്ഥിച്ചാൽ അവരുടെ എല്ലാ ദുരിതങ്ങളും മാറി അവർക്ക് സ്വസ്ഥവും സമാധാനവുമായി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.